ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചെടികളെ പരിചയപ്പെടാം. ആ ചെടികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ വെച്ച് കഴിഞ്ഞ് അത് ആ പോട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാലും അതിൻ്റെ വേരോ കിഴങ്ങോ ഒക്കെ നിന്ന് വീണ്ടും പുതിയ ചെടികൾ ഉണ്ടായി വരും. നമ്മളത് ആ പോട്ട് അവിടെ നീക്കി വെച്ചിരുന്നാൽ മാത്രം മതി. അങ്ങനെയുള്ള കുറച്ച് ചെടികളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ചെടികളെക്കുറിച്ച് എന്താ പറയുക, അറിയാവുന്നവരായിരിക്കും കൂടുതൽ പേരും, എന്നാലും അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ അഗ്ലോണിമ കാണുമ്പോൾ എല്ലാ അഗ്ലോണിമ ഒരേപോലെ തോന്നുന്ന എന്നെപ്പോലെ, എൻ്റെ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു, എൻ്റെ പോലെ എന്ന് എന്നെ പറയാം. എനിക്ക് ഇപ്പോഴും ചില ചെടികളൊക്കെ അറിഞ്ഞു വരുന്നുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ എനിക്കറിയാത്ത ചെടികളെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ സെർച്ച് ചെയ്ത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ എൻ്റെ പോലെ അറിയാൻ ആഗ്രഹിക്കുന്ന, ചെടികളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുള്ള കുറച്ച് ചെടികളെ നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് അതിൽ ഫസ്റ്റ് വരുന്നത് കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ. കലേഡിയം പ്ലാന്റുകളൊക്കെ നമ്മൾക്ക് വേനൽക്കാലത്തൊക്കെ മിക്കവർക്കും ഇങ്ങനെ വെള്ളമില്ലായ്മയൊക്കെ കൊണ്ടിട്ട് ചീത്തയൊക്കെ പോവാറുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന പ്ലാന്റ് കലേഡിയം പ്ലാന്റ് തന്നെയാണ്. കലേഡിയം പ്ലാന്റ് അതിൽ തന്നെ കലേഡിയത്തിൽ തന്നെ ഇത് പഴയൊരു വെറൈറ്റിയാണ്, എന്നാലും നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ. ഈ ഒരു പ്ലാന്റ് പല പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പ്ലാന്റാണ് കേട്ടോ. നഷ്ടപ്പെട്ടിട്ടൊക്കെ ഞാനിങ്ങനെ ചട്ടി ഇങ്ങനെ മാറ്റി വെച്ചേക്കും. അങ്ങനെ വീണ്ടും നമ്മളെന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെള്ളമില്ലാണ്ട് ഒരു ചട്ടി നമ്മൾ വേറെ എവിടേക്കേനും ദൂരെ മാറ്റിക്കൊണ്ടുപോയി വെച്ചിട്ട് ഇത് പിടിക്കും എന്ന് വിചാരിച്ച് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. ഡെയിലി ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നാൽ നഷ്ടപ്പെട്ടാലും തിരിച്ച് വരുന്ന പ്ലാന്റാണ് ഈ കലേഡിയം പ്ലാന്റ് കേട്ടോ. അതിലെനിക്ക് ഈ കലേഡിയം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഒരു കുഞ്ഞൻ ചെടിയാണെങ്കിലും എന്താ പറയുക, നമുക്കിങ്ങനെ നല്ല സുന്ദരി ചെടിയാണ്. കുഞ്ഞു ലീഫുകളായിട്ട് ചെറുതാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് കേട്ടോ. ഈ ചെടി നമുക്ക് ഒരു വൈറ്റ് ബോട്ടിലൊക്കെ നമ്മൾ സിറ്റ് ഔട്ടിലൊക്കെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നിൽക്കും. നന്നായിട്ട് വെള്ളം വേണ്ട ചെടിയാണ് കേട്ടോ. വേനൽക്കാലത്തൊക്കെ സാധാരണ ഇത് നശിച്ച് പോകാറുണ്ട്. ഇപ്രാവശ്യം പക്ഷേ ഒരു കേടൊന്നും കൂടാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കിഴങ്ങിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാഹ്യത്തിൽ കാണുമ്പോൾ ചിലപ്പോൾ ഈ ഒരു ചെടിയുടെ ലീഫുകളൊക്കെ നശിച്ചു പോയാലും അതിൻ്റെ കിഴങ്ങ് അടിയിലുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് വരുമ്പോൾ ഇത് തന്നെ പിടിച്ചു വരും കേട്ടോ ഈ പ്ലാന്റ്. അപ്പോൾ വേറെയും അങ്ങനെ നശിച്ചു പോയിട്ട് പിടിച്ചു വന്ന കുറച്ച് വേറെ 2-3 കലേഡിയം, ഒരുപാട് കളക്ഷനൊന്നും എൻ്റെ കയ്യിൽ കലേഡിയം ഇല്ല, എന്നാലും ഉള്ളത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഒരു കലേഡിയം. ഇതിന് എന്തോ ഒരു പേര് എന്താ പറയൂ കേട്ടോ. നല്ല ഭംഗിയാണ്. ഇങ്ങനെ പട്ടാളക്കാരുടെ യൂണിഫോമൊക്കെ പോലെ ഇരിക്കുന്നില്ല, നല്ല രസമാണ് കേട്ടോ. നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ച് 250 രൂപയായിരുന്നു കേട്ടോ. പല പ്രാവശ്യം ഈ ഒരു കലേഡിയം നശിച്ചു പോയി. ഇപ്പോൾ ഈ ഒരു ലീഫിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതിൽ മണ്ണിൻ്റെ കുറവുണ്ട്. മറ്റുള്ള ചെടികളെ സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ ഇതിനെയൊക്കെ ഇങ്ങനെ നോക്കാൻ നല്ല കുറവുണ്ട് കേട്ടോ. ഞാൻ കരിയില വെച്ചിട്ട് നട്ടാറും കൊണ്ട് അത് താഴ്ന്നു പോയപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിനൊക്കെ ഇങ്ങനെ കുറച്ച് നമ്മൾ മറ്റുള്ള ചെടികളെ പരിഗണിക്കുന്ന കൂട്ടത്തിൽ ഇവരെ കൂടിയൊക്കെ പരിഗണിക്കും. കാരണം ചിലർക്ക് ഇങ്ങനത്തെ ചെടികളും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇവരെ ഒന്നും അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കാറില്ല. നല്ല ഭംഗിയാണ് കേട്ടോ എന്തായാലും കാണാനായിട്ട്. നല്ല റേറ്റ് കൊടുത്ത് മേടിച്ചതാണ്. ഇനി ഇതിനൊക്കെ മണ്ണൊക്കെ ഇട്ടൊന്ന് സംരക്ഷിക്കണം. ഇനി വേറൊരു കലേഡിയം കാണിച്ചു തരാം കേട്ടോ. നശിച്ചു പോയിട്ട് അങ്ങനെ വന്ന കലേഡിയാണ് കേട്ടോ. ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ എന്ന് പറയാനായിട്ട് ഒരു യെല്ലോ കളറൊക്കെയാണ്. അതിലിങ്ങനെ ഇങ്ങനത്തെ ഒരു ഡിസൈനൊക്കെ ആയിട്ട് ഇതും ഒരു ലീഫ് തന്നെയാണ്. ഇതൊക്കെ പോയിട്ട് രണ്ടാമത് വന്നതാണ് കേട്ടോ. പിന്നെ ഇത് നല്ലൊരു റെഡ് കളറായിട്ടാണ് നിന്നിരുന്നത് കേട്ടോ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് വീഡിയോയിലൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ കൂട്ടത്തിൽ ഇത് പെടുമ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, ഇതിൻ്റെ ഒരു കഷ്ണം തരുമെന്നൊക്കെ. പക്ഷേ ഇതിപ്പോൾ വേനൽക്കാലത്ത് കലേഡിയം പോലത്തെ ചെടികളൊക്കെ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇതൊക്കെ എടുക്കാനായിട്ട് എളുപ്പം എനിക്ക് തോന്നുന്നു മഴക്കാലത്ത് തന്നെയാണ്. പിന്നെ അടുത്തതായി ഈ ഒരു കലേഡിയം കണ്ടില്ലേ, ഇതും നല്ല രസമാണ്. ഇതൊക്കെ ഒട്ടും വെയിൽ കൊള്ളാണ്ട് ഞാനിങ്ങനെ നീക്കി വെച്ചേക്കാൻ കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതും പോയിട്ട് ഇപ്പോൾ രണ്ടാമത് വരണതാണ് കേട്ടോ. അത് നല്ല രസമാണ്. പിന്നെ ഒരു വൈറ്റ് കളർ ഒരു കലേഡിയം കൂടി ഉണ്ടായിരുന്നു, വേറൊരു തരം വൈറ്റ് കേട്ടോ. അത് മുഴുവനായിട്ടും പോയി തോന്നുന്നു. പക്ഷേ ചട്ടി ഞാൻ ഇവിടെ എവിടെയോ നീക്കി വെച്ചിട്ടുണ്ട്. ഇനിയും രണ്ടാമത് വരും എന്നുള്ള പ്രതീക്ഷയിൽ നീക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കലേഡിയം തന്നെയാണ് കേട്ടോ ഫസ്റ്റത്തെ ഇങ്ങനെ പോയാലും പിടിച്ചു വരുന്ന പ്ലാന്റ്സിൽ ഫസ്റ്റായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്.
പിന്നെ ഉള്ളത് ഈ കലേഡിയാണ് കേട്ടോ കണ്ടത്. ഇതായിരുന്നു എൻ്റെ ലീഫ് കണ്ടില്ല. ഇപ്പോൾ വീണ്ടും പോയിട്ട് വീണ്ടും മുളച്ച് വരണത്. ഇതിങ്ങനെ വൈറ്റ് കളർ ഫുള്ളായിട്ട് വരും കേട്ടോ. ഒരു വൈറ്റ് കളർ കലേഡിയായിരുന്നു കേട്ടോ. അതിൻ്റെ ലീഫ് എന്തോ പ്രാണിയൊക്കെ വെട്ടിയിടുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ പോയതാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചല്ലോ അഗ്ലോണിമ ഫസ്റ്റാണ് കേട്ടോ. അതാണ് ഏറ്റവും ഫസ്റ്റ് വരേണ്ടത്. അഗ്ലോണിമ റൂട്ടിൽ നിന്ന് നമുക്ക് തൈയായി വരും. അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചായിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും പറയാത്തത് കേട്ടോ. ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് കേട്ടോ. ഈ ബട്ടർഫ്ലൈയുടെ 3 കളറ് ബട്ടർഫ്ലൈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ഈ ഒരു ഡിസൈനിലുള്ളതും, പിന്നെ ഈ ഒരു പ്ലെയിൻ കളറായിട്ടുള്ളതും, പിന്നെ ഒരു ഗ്രീൻ കളറും കേട്ടോ. ഗ്രീൻ കളർ ഇപ്പോൾ ചട്ടിയിൽ വെച്ചിട്ട് കാണുന്നില്ല. അതിനിപ്പോൾ മഴയൊക്കെ പെയ്ത് വരുമ്പോഴേക്കും മുളച്ച് വരുമെന്ന് വിചാരിക്കണം. ഇതൊക്കെ പോയിട്ട് ഇപ്പോൾ ആദ്യം വരുന്നതാണ് കേട്ടോ, പിടിച്ച് വരുന്നത്. പക്ഷേ ഇത് ഇത്ര തന്നെ ആവണുള്ളൂ. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ്. നല്ല ചട്ടിയിൽ നിറഞ്ഞൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ മുന്നൊക്കെ ഞാനിതൊക്കെ സെയിൽ ചെയ്തൊക്കെ ആയിരുന്നു. ഇതിങ്ങനെ തിന്ന് ഒരു ലീഫ് പോലെ ലീഫിൽ നിന്ന് ഇങ്ങനെ തണ്ടോടുകൂടി പറിച്ച് വെച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചാലും ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് വേര് പിടിച്ച് കിട്ടും കേട്ടോ. അതുപോലെ ഇതിൻ്റെ കിഴങ്ങിൽ നിന്നും തൈ വരും. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഈ കളറിനേലും ആ ഒരു പ്ലെയിൻ കളറിലെ ലീഫുള്ള ബട്ടർഫ്ലൈ പ്ലാന്റാണ് എനിക്കിഷ്ടം കേട്ടോ. ഇതിൻ്റെ ഇങ്ങനത്തെ ഈ ഒരു തണ്ട് ഇങ്ങനെ അറ്റത്തുനിന്ന് മുറിച്ചെടുത്തിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചിട്ടും വേര് പിടിപ്പിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ പ്ലാന്റ് കലേഡിയം കഴിഞ്ഞാൽ കിഴങ്ങിൽ നിന്ന് ഇങ്ങനെ തന്നെ പോയാലും നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ആ ഒരു പോട്ടിൽ നിന്ന് ഇങ്ങനെ തന്നെ നമുക്ക് പിന്നീട് ഒരു സർപ്രൈസ് പോലെ പിടിച്ചു വരുന്ന പ്ലാന്റാണ് കേട്ടോ ഇത്, ഈ ബട്ടർഫ്ലൈ പ്ലാന്റ്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ ഒരു എന്താ പറയുക പെപ്പറോമിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് പെപ്പറോമിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ തൈന്നല്ല കേട്ടോ. ഇതിപ്പോൾ നമ്മളിങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ ഒരു കഷ്ണം ലീഫൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ പോയി കിടക്കുകയാണെങ്കിലൊക്കെ അവിടെ വെറുതെ നിലത്ത് കിടന്നാലും ഈ ലീഫിൽ നിന്ന് ഇങ്ങനെ തൈ വരും കേട്ടോ ഈ ഒരു പെപ്പറോമിയ പ്ലാന്റിന്. അതിനിതാ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തോ ചെടി എടുത്തപ്പോൾ ഒക്കെ ഒടിഞ്ഞൊക്കെ പോയിട്ടൊക്കെ ഇതിൽ നിന്ന് ഈ ഒരു ലീഫായിട്ട് ഇങ്ങനെ ായിരുന്നു. അതിൽ നിന്ന് പിടിച്ച് വന്നതാണ് കേട്ടോ. ഉണ്ടല്ലേ ഇങ്ങനെ അത് ഒടിഞ്ഞു പോയിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്തതാണ്. അത് പിടിച്ചു. ഇത് ലീഫിൽ നിന്ന് അതൊരു തണ്ട് ഒടിഞ്ഞു പോയിട്ട് അങ്ങനെ വെറുതെ കുത്തി വെച്ചതാണ്. ഇത് ലീഫിൽ നിന്ന് കണ്ട പുതിയൊരു 2 തൈ പോലെ ഇങ്ങനെ വരണത്. ഇതിപ്പോൾ ഗ്രീൻ കളറായിട്ട് കാണുന്നത് നോക്കണ്ട കേട്ടോ. അത് വലുതായി വരുമ്പോൾ ഇത് വേരിഗേറ്റഡ് ഒരു യെല്ലോയും ഗ്രീനും കൂടി കൂടിയിട്ടുള്ള ഒരു പെപ്പറോമിയ പ്ലാന്റ് ആണ്. ചിലപ്പോൾ എന്തോ വെയിലിൻ്റെ എന്തെങ്കിലും കുറവുകൊണ്ടായിരിക്കും ഈ കളറായിട്ട് കാണുന്നത്. അത് നല്ല കളറായിട്ട് വലുതായി വരുമ്പോൾ മെച്ചോർഡാകുമ്പോൾ നല്ല കളറായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതും നമ്മുടെ ബിഗോണിയ പ്ലാന്റ് പോലത്തെയൊക്കെ ആ ഒരു വർഗ്ഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ് കേട്ടോ പെപ്പറോമിയ. അതെ ഞാൻ പറഞ്ഞതിനൊരു ഉദാഹരണം കേട്ടോ. നോക്കിയേ ലീഫൊക്കെ നമ്മുടെ കൈ തട്ടിയിട്ടോ എങ്ങനെയൊക്കെയോ തെറിച്ച് വീണ് കിടന്നിരുന്ന ലീഫൊക്കെ കണ്ടില്ലേ. ബിഗോണിയുടെ ഒരു ലീഫാണ് കേട്ടോ മുളച്ചിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. കണ്ട ഒരു കുഞ്ഞു ലീഫ്. ഇത് മതി ഒരു തൈ ആവാനായിട്ട്. 30 രൂപയ്ക്കുള്ളൊരു ചെടി ഒരു കുഞ്ഞു ലീഫിൽ നിന്ന് നമുക്ക് സമയമെടുത്ത് നമ്മൾ ക്ഷമിച്ചിരുന്നാലാക്കാൻ പറ്റൂട്ടോ. അതുപോലെ ഈ ഒരു റോസാ ചെട്ടിയിലും മുളച്ച് വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് ഈ ലീഫൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വീണതെന്ന് എനിക്കറിയില്ല. എന്തായാലും തൈയായിട്ട് പിടിച്ച് വരുന്നുണ്ട്. അടുത്തത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. കണ്ടില്ലേ ഇത് നമ്മുടെ CC പ്ലാന്റാണ്. CC പ്ലാന്റ് ഏത് വെറൈറ്റിയും ഇതും ഒരു ലീഫ് അങ്ങാണ്ട് കൊഴിഞ്ഞ് കിടന്നിട്ട് കുറേ സമയം പിടിക്കും കേട്ടോ. നമ്മൾ ക്ഷമിച്ചിരിക്കണം, ദിവസങ്ങൾ പിടിക്കും. ഇത്രയുള്ളൊരു ഇതാവണമെങ്കിൽ ഒരു ലീഫിൽ നിന്ന് ഇങ്ങനെ അതിങ്ങനെ വെച്ചിട്ട് ആ ലീഫ് അതിൻ്റെ അറ്റത്ത് കിഴങ്ങായിട്ട് ഞാനതിങ്ങനെ ചുമ്മാ ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമല്ല, ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ലീഫിൻ്റെ കിഴങ്ങ് വന്നു. അതിൽ നിന്ന് പിന്നെ പൊട്ടി മുളച്ച് വന്ന തൈകളാണ് ഇതൊക്കെ. കണ്ടില്ലേ ഇതൊരു നമുക്കിങ്ങനെ ഒരു വെള്ള പാത്രത്തിലൊക്കെ വെള്ള പോട്ടിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അകത്തൊക്കെ കൊണ്ട് വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു വെള്ള പാത്രത്തിലൊന്ന് വെച്ച് നോക്കാം കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിക്കാണ്ട് മുറ്റത്ത് ഇങ്ങനെ വെച്ചേക്കായിരുന്നു. സാധാരണ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ എപ്പോഴും വെള്ളം വീഴും. അങ്ങനെ നമ്മളതൊന്നും ശ്രദ്ധിക്കാറൊന്നുമില്ല. അതിന് വെള്ളം കൂടുതൽ കിട്ടുമോ കുറവുകൊണ്ട് കിട്ടുമോ അങ്ങനെയൊന്നുമില്ല. ഇതിങ്ങനെ എല്ലാ ചെടികളിലും വെള്ളം ഒഴിക്കുമ്പോൾ ഇതിനും അതുപോലെ അങ്ങോട്ട് വെള്ളം ഒഴിച്ച് പോകും. CC പ്ലാന്റിനൊക്കെ വെള്ളം കൂടി ചീഞ്ഞു പോയാൽ അതിൻ്റെ കിഴങ്ങുണ്ടെങ്കിൽ മുളച്ച് വരും കേട്ടോ. വേറൊരു കിഴങ്ങും കൂടി അങ്ങനെ ചീഞ്ഞു പോയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പുതിയ ലീഫൊക്കെ വരണത്. ഇതിൻ്റെയൊക്കെ ലീഫൊക്കെ കൊഴിഞ്ഞു പോയാലും വീണ്ടും പിടിച്ച് വരണ ഒരു ചെടിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഈ 3 തരം ചെടികളാണ് ഇന്ന് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്ത് കാണിക്കാം കേട്ടോ. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ
എല്ലാ ചെടികളുടെയും കൂട്ടത്തിൽ വെച്ചിട്ടേ വെള്ളം കൂടിയിട്ട് ഇതിൻ്റെ വലിയ തണ്ട് ചീഞ്ഞു പോയായിരുന്നു. എന്നിട്ട് ഞാനത് ഇത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിങ്ങനെ വെച്ചേക്കാറുണ്ട്. അടിയിൽ കിഴങ്ങുള്ളത് കൊണ്ട് തന്നെ അതാ ഒരു ലീഫ് വന്ന് വിരിഞ്ഞു, പിന്നെ വീണ്ടും വേറെ ലീഫ് വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് കേട്ടോ, അതിൻ്റെയാണ് ആ നനവ്. ഇതൊന്നൊക്കെ നനവ് കൂടിയിട്ട് ചീഞ്ഞു പോയി എന്ന് വെച്ചാലും എടുത്ത് മാറ്റിയൊന്നും വേണ്ട, നമുക്ക് ഇതിൽ നിന്നൊക്കെ പുതിയ തൈകൾ പുതിയ ചെടികളൊക്കെ ഉണ്ടാവും കേട്ടോ. CC പ്ലാന്റ് നല്ല ചെടിയാണ്. ഇതിൻ്റെ ബ്ലാക്ക് CCയും ഇതുപോലെ പോയി എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ട് പുതിയതായിട്ട് ഉണ്ടായി വന്നതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞു ചെടിയായാലും നമ്മളിതാ വൈറ്റ് പാത്രത്തിൽ വൈറ്റ് ഒരു ബോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. കുഞ്ഞു കുഞ്ഞ് ഇതുകളാണെങ്കിലും ഈ ഒരു കുഞ്ഞു പാത്രത്തിൽ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇതിനി വളരുന്നതനുസരിച്ച് നമുക്ക് വേറെ പോട്ടിലൊക്കെ ആക്കി കൊടുക്കാം. അപ്പോൾ ഒരു ലീഫിൽ നിന്നാണ് ഇത്രയുള്ള ഒരു പോട്ടിൽ വെക്കാനുള്ള ചെടി ഉണ്ടായത്. നമ്മൾ എപ്പോഴും ഒന്ന് നോക്കിയിരിക്കുമ്പോൾ നമുക്ക് വളരണില്ല, പിടിക്കുന്നുണ്ട് ഒക്കെ ആകെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും ചെന്ന് നോക്കുമ്പോൾ ഇതുപോലെ ബുഷായിട്ടൊക്കെ നിൽക്കണമാകുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ 3 ചെടികളാണ് കേട്ടോ ഇതുപോലെ നമ്മൾ നശിച്ചു പോയി എന്ന് വെച്ചിരുന്നിട്ട് ഇങ്ങനെ പുതിയതായിട്ട് ആ ഒരു ചട്ടിയിൽ നിന്ന് പുതിയ ചെടികളായിട്ട് രൂപം കൊണ്ടുവരുന്ന 3 ചെടികളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഒന്ന് CC പ്ലാന്റ്, അഗ്ലോണിമ. പിന്നെ ഞാൻ എന്നും പറയാറുള്ള കാര്യമാണല്ലോ, പോയാലും പ്രശ്നമില്ല, അഗ്ലോണിമ കലാത്തിയ അതിൻ്റെ കിഴങ്ങുണ്ടെങ്കിൽ പിടിച്ചു വരുന്നു. അത് കൂടാതെയുള്ള അഗ്ലോണിമ കലാത്തിയ വിട്ട് കഴിഞ്ഞിട്ടുള്ള 3 ചെടികളാണ് CC പ്ലാന്റ്, പിന്നെ കലേഡിയം, പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ പ്ലാന്റ്. ഈ 3 ചെടികൾ കേട്ടോ. അപ്പോൾ കോമൺ ആയിട്ട് ഇപ്പോൾ അഗ്ലോണിമ കലാത്തിയ ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനത്തെ ചെടികളൊക്കെ വാങ്ങിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ പോയി എന്ന് വെച്ച് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ തന്നെ പിടിച്ചു വരും കേട്ടോ. ഇതിപ്പോൾ നല്ല നല്ല രസമുണ്ട്. ഇത്രയും 4 ഒരു ലീഫിൽ നിന്ന് 4 തൈകളാണ് ഇതുപോലെ വന്നേക്കണേ. ഇതിപ്പോൾ നമുക്ക് വല്ല ടേബിൾ ടോപ്പിലോ TV സ്റ്റാൻഡിൻ്റെ അവിടെയൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ ഇതിനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CC പ്ലാന്റൊക്കെ കൊണ്ട് അകത്ത് വയ്ക്കുകയാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഉറപ്പായിട്ട് നമ്മൾ ഇതിനെടുത്ത് പുറത്തേക്ക് വെക്കണം. അതുകൂടാണ്ട് തന്നെ നന്നായിട്ടൊന്ന് കുളിപ്പിച്ചും കൊടുക്കണം കേട്ടോ. വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് ഞാൻ പറയില്ല. ഞാൻ എൻ്റെ അകത്ത് വെക്കുന്ന ചെടികൾക്കൊക്കെ ആഴ്ചയിലൊക്കെ ഒരു ദിവസം എടുത്ത് ഫുള്ളായിട്ട് എടുത്ത് പുറത്ത് വെച്ചിട്ട് നല്ലോണം നനച്ച് കൊടുക്കും കേട്ടോ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് എപ്പോഴും അകത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്പെയറായിട്ട് നമ്മളൊരു കുറച്ച് ചെടികൾ വേറെ പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പുറത്തേക്ക് വയ്ക്കുമ്പോൾ വേറെ നമ്മൾ പിടിപ്പിച്ച ചെടികൾ അകത്തേക്ക് എടുത്ത് വെക്കാം. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ഫുള്ളായിട്ട് എന്നും നമുക്ക് അകത്ത് മാത്രമൊന്നും ചെടികൾ വെക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഫുള്ള് ഇൻഡോർ മാത്രം സെറ്റ് ചെയ്ത് പിടിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും, എനിക്കറിയില്ല കേട്ടോ. എനിക്ക് അങ്ങനെ ഒരിക്കലും കിട്ടാറില്ല. എൻ്റെ അങ്ങനെ ഫുള്ളായിട്ട് 2 ആഴ്ചയൊക്കെ അടുപ്പിച്ച് നമ്മൾ മാറ്റാൻ സമയമില്ലാതെ അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ എൻ്റെ ആ ചെടി നശിച്ചു പോകാറാണ് പതിവ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ളൂ കേട്ടോ. ഈ ഒരു കുഞ്ഞു വീഡിയോ ആണ്, ചെറിയൊരു കാര്യമാണ്, വലിയ കാര്യമൊന്നുമല്ല. എനിക്ക് നശിച്ചു പോയ ചെടികൾ പുതിയതായിട്ട് വീണ്ടും എനിക്കിഷ്ടപ്പെട്ട ചെടികൾ മുളച്ച് വന്നപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളെയും കൂടി കാണിച്ചു തന്നതാണ്. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.